നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് സൗമ്യനും കാരുണ്യമുള്ള ഗ്രഹവും പിടിച്ചാൽ കിട്ടാത്ത എപ്പോഴും സദാ മാറിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രനും വാഗ്മിയും എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറുന്നവനുമായിരിക്കുന്ന ചന്ദ്രൻ, മനസ്സിൻ്റെ കാരകനുമായിരിക്കുന്ന ചന്ദ്രൻ്റെ ശുഭഫലങ്ങളും അശുഭഫലങ്ങളുമാണ് നോക്കുന്നത്. അത് 9-ൽ നിന്നാലുള്ള ഫലമാണ്. നമ്മൾ 9-ാം ഭാവമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 9-ൽ നിന്നാലുള്ള ഫലത്തെക്കുറിച്ച് നോക്കാം. ആസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് നോക്കാം 9-ൽ ചന്ദ്രൻ നിന്നാലുള്ള ഫലം. സൗമ്യവും കാരുണ്യമുള്ളതുമായിട്ടുള്ളൊരു മനസ്സ് ഇവർക്കുണ്ടാവും എന്നുള്ളതാണ്. ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ്, ഒന്നാമത് ആണല്ലോ. അപ്പോൾ 9-ൽ നിൽക്കുമ്പോൾ ജാതകന് ജന്മനാ തന്നെ സൽചിന്തകൾ ഉണ്ടാവാനുള്ള യോഗമുണ്ട്. അത് പൗർണമിയിലേക്ക് അടുത്തോ അല്ല, പഞ്ചമിയിൽ നിന്നും പഞ്ചമിയിലേക്ക്, വെളുത്തപക്ഷ പഞ്ചമിയിൽ നിന്നും കറുത്തപക്ഷ പഞ്ചമി വരെയുള്ള സമയം, പഞ്ചമ്യന്തം എന്ന് പറയുന്നത് ബലം ക്ഷയിക്കുന്ന സമയമാണ്. അതായത് കറുത്തപക്ഷ പഞ്ചമിയിൽ നിന്നും വെളുത്തപക്ഷ പഞ്ചമിയിലേക്ക് എത്തുന്ന ഒരു കാലയളവ് എന്ന് പറഞ്ഞാൽ ചന്ദ്രന് പക്ഷബലം കൂടുന്ന സമയമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ചന്ദ്രന് ശനിബന്ധം വരാൻ പാടില്ല, ശനിയുടെ നക്ഷത്രത്തിൽ നിൽക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. രാഹു യോഗം വരാൻ പാടില്ല, ചന്ദ്രൻ രവിയുമായിട്ട് യോഗം വരാൻ പാടില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ കർത്തവാവിനടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫലമാണ് ഈ പറയുന്നത് കേട്ടോ. ചന്ദ്രൻ മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മറങ്ങണം. ഏറ്റവും എളുപ്പം സ്വാധീനിക്കാൻ പറ്റുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രനും ബുധനെയുമാണ് മറ്റുള്ള ഗ്രഹങ്ങൾക്ക് പെട്ടെന്ന് സ്വാധീനിക്കാൻ പറ്റുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ചന്ദ്രൻ മനസ്സിൻ്റെ കാരകമാണ്. അപ്പോൾ 9 നിൽക്കുമ്പോൾ ജാതകൻ ജന്മനാ തന്നെ സൽചിന്തകനും ആത്മീയതയോട് കടുത്ത ആഭിമുഖ്യമുള്ളവനും ആയിരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രമാണം നിരത്തിയപ്പോൾ ആചാര്യന്മാരും ഇത് പറഞ്ഞു തന്നിരുന്നു. എനിക്കും ഇത് അനുഭവമുണ്ട്. പലരും ഞാൻ കണ്ടു. പ്രത്യേകിച്ച് സ്ത്രീകൾ ക്ഷേത്രങ്ങളിൽ എപ്പോഴും പൊക്കുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരായിരിക്കും. മറ്റുള്ളവരുടെ ദുഃഖം കണ്ടാൽ അലിയുന്ന മനസ്സായിരിക്കും ഇവരുടേത്. മറ്റുള്ളവർക്കൊക്കെ സഹായിക്കാനും മറ്റുള്ളവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാനും വെച്ച് വിളമ്പി കൊടുക്കാനൊക്കെ വളരെ ഇഷ്ടമുള്ളവരും ആയിരിക്കും 9-ലെ ചന്ദ്രൻ ഉള്ളവർ. 9-ലും 10-ലും കേട്ടോ. 10-ൽ ചന്ദ്രനുള്ളവരെയും 9-ൽ ചന്ദ്രനുള്ളവരെയൊക്കെ എനിക്ക് നല്ല പോലെ അറിയാം. ആഹാരം കൊടുക്കാൻ നല്ലപോലെ താല്പര്യമുള്ളവരെ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് 10 ചന്ദ്രനുള്ളവർക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കി തീറ്റിപ്പിക്കാൻ വളരെ ഇഷ്ടമാണ്. സ്ത്രീജാതകത്തിൽ, പുരുഷജാതകത്തിലും കേട്ടോ. 2 ദിവസം മുമ്പൊരു മോൻ്റെ കൺസൾട്ടേഷൻ എടുത്തു. അവരുടെ അമ്മയാണ് വിളിച്ചത്. അപ്പം ഞാനിങ്ങനെ ഈ 10-ലെ ചന്ദ്രനെ കണ്ടുകൊണ്ട് ഞാനിതിങ്ങനെ ചോദിച്ചു, ഇദ്ദേഹത്തിന് അവരെ എൻജിനീയറിങ്ങിന് വല്ലതും വിടണോ എന്നുള്ളത് നോക്കിയപ്പോഴാണ് ഞാൻ പറഞ്ഞത്, അവന് സ്വന്തമായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഏറ്റവും ബലവും ഷഡ്ബലത്തിൽ ചന്ദ്രനായിരുന്നു. സ്വന്തമായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞതും ഇത് തന്നെയാണ്. അവന് ഫുഡ് ഉണ്ടാക്കാനും കഴിക്കാനും കൊടുക്കാനുമാണ് ഇഷ്ടം. അവൻ വളർന്നതിന് ശേഷം പുള്ളിക്കാരിക്ക് മോൻ വീട്ടിലുള്ള സമയത്ത് അവന് ഫുഡ് ഉണ്ടാക്കാനാണ് ഇഷ്ടം. അവൻ ഫുഡ് ഉണ്ടാക്കുക മാത്രമല്ല, അവൻ കഴിക്കുകയും ചെയ്യും, കൊടുക്കുകയും ചെയ്യും, സെർവ് ചെയ്യുകയും ചെയ്യും നന്നായിട്ട്. ഒരു സന്തോഷം. അവൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും കുഞ്ഞാണ്, 12-ാം ക്ലാസ്സിൽ ഒക്കെ ആയതേ ഉള്ളൂ, 17 വയസ്സേ ഉള്ളൂ. അത് എനിക്കത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. ഇന്നത്തെ കാലത്ത് ഫ്രണ്ട്സൊക്കെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ പല വീടുകളിലും ഓർഡർ ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറയുന്ന, കാരണം എനിക്ക് വെച്ച് വിളമ്പാനൊന്നും വയ്യ, ഫുഡൊക്കെ കൊടുക്കുന്നത് ഇതൊക്കെ ചെയ്യുന്നതുമൊക്കെ ഒരു വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നതും അവനവൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നതും കഴിച്ച പാത്രങ്ങൾ കഴുകി വെക്കുന്നതും വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ ഇതൊരു മോശം കാര്യമായിട്ട്, അത് കേരളത്തിലും അല്ല, കുറച്ച് ടൗൺ സിറ്റിയിലേക്ക് പുറത്തേക്കൊന്നും ഇത്രയും വലിയ പ്രശ്നമൊന്നുമില്ല. സന്തോഷമേ ഉള്ളൂ. പല ഈ തമിഴ്നാടുകളിലേക്കൊക്കെ ചെല്ലുമ്പോഴേ, തമിഴ്നാടിൻ്റെ ഉള്ളേരിയകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഈ അമ്മമാരൊക്കെ നടത്തുന്ന, അമ്മമാരും ചേട്ടന്മാരും ഒക്കെ നടത്തുന്ന കട, അത് സ്ത്രീകളൊക്കെ വിളമ്പാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ പല നാട്ടിൽ നിന്ന് ചെന്നിട്ട് ഇങ്ങനെ ഈ അമ്പലങ്ങളിലേക്കൊക്കെയാണ് പോകുന്നത്. ആദ്യമൊന്നും ഒരു മൈൻഡ് പോലും ചെയ്യില്ല. പക്ഷേ നമ്മൾ ഈ യാത്രകളുടെ ഇടയിൽ പല മനുഷ്യരെയും കണ്ട് ശീലിച്ചിട്ടുള്ളതുകൊണ്ട് വേണമെങ്കിൽ എന്ത് സന്തോഷമാണെന്നറിയും. പലർക്കും കൊച്ചു കടകളൊക്കെ എനിക്ക് ഭക്ഷണം സെർവ് ചെയ്ത് കൊടുക്കാൻ, കഴിപ്പിക്കാൻ എന്തോ ഇഷ്ടമാണ്. അത് ഈ നമ്മൾ കുറച്ച് സ്റ്റാർ ഹോട്ടലിലൊക്കെ ചെല്ലുന്ന സമയത്ത് കിട്ടുന്ന ഒരു സ്റ്റൈലിഷായിട്ട് വെച്ച് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്ന്
ഇങ്ങനെ അങ്ങനെയല്ല, ശരിക്കും പ്രകൃതിയോടാണ് സാധാരണ മനുഷ്യരാട്ടോ. എനിക്കും ഈ പ്രഷറിനകത്തിരിക്കുന്നതിലും കുറച്ചും കൂടി ഇഷ്ടം സ്വാഭാവിക ആൾക്കാർ പറയുമല്ലോ, സ്വിമ്മിംഗ് പൂളിൽ പോയി നീന്താൻ ഉള്ളപ്പോൾ പിന്നെ എന്തിനാ കുളം നാട്ടിലെന്ന്. പക്ഷേ കുളത്തിൽ നീന്തുന്ന സുഖം സ്വിമ്മിംഗ് പൂളിൽ നീന്തിയാൽ കിട്ടില്ല. അത് എൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല, അത് നിങ്ങളൊന്ന് നോക്കൂ, അത് മനസ്സിലാവും നിങ്ങൾക്ക്. അതായത് നല്ലൊരു കുളത്തിൽ അതിനകത്തിറങ്ങി കുളിച്ച് ഇങ്ങനെ കയറുന്നതിൻ്റെ ഒരു സുഖം, വെള്ളത്തിൻ്റെ ഒരു നാച്ചുറാലിറ്റി, പ്രത്യേകിച്ച് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നല്ല വെള്ളമാണ്, നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുമായിരിക്കും മിക്ക കുളങ്ങളും. അപ്പം അതിലിറങ്ങുന്നതിൻ്റെ ഒരു സുഖം, ഹൈജീൻ എന്ന് പറഞ്ഞിട്ട് പോകുന്നിടത്ത് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ നിങ്ങൾ ഓരോരുത്തരുടെ മാനസികാവസ്ഥ പോലെ ഇരിക്കും. അപ്പം ഞാനിത് പറഞ്ഞത് ഇവരുടെ ഇടയിലേക്കൊക്കെ ചെല്ലുമ്പോൾ, ഈ ഒരു മനുഷ്യരുടെ ഇടയിലേക്ക്, പച്ചയായ മനുഷ്യരുടെ ഇടയിലേക്ക് ചെല്ലുമ്പം ഈ കഴിപ്പിക്കാൻ എന്തോ ഒരു ഇഷ്ടമാണെന്ന് പറയും. അപ്പം അത് അങ്ങനെയുള്ളവരെ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഷെഫ് എന്നൊക്കെ പറയുമ്പോൾ പുച്ഛിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മോൻ്റെ കാര്യം അവർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അവനെ അതിന് തന്നെ വിടും, അവനത് ഏറ്റവും മനോഹരമായിട്ട് ചെയ്യും, അവനത് ഇഷ്ടമാണ്, ആളിനെ കഴിക്കാനും ഇഷ്ടമാണ്, കൊടുക്കാനും ഇഷ്ടമാണ്, ഉണ്ടാക്കാനും ഇഷ്ടമാണ്. ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വന്നാലും ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നാലും ആളിന് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ ആളിനൊന്ന് പോരാന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് വെച്ച് പെട്ടെന്ന് അയാൾ കറിയൊക്കെ സെറ്റ് ചെയ്ത് ഫുഡുണ്ടാക്കി കൊടുക്കുമെന്ന് ഈ അമ്മ പറയുന്നത് കേട്ടപ്പം, അമ്മയും അച്ഛനും കൂടെ വിളിച്ചത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അയാൾക്ക് 10ലാണ് ചന്ദ്രൻ നിന്നത്, 9ാം ഭാവാധിപൻ 10. അപ്പം അയാൾ നല്ല രീതിയിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഞാനത് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പം മറ്റുള്ളവരുടെ ദുഃഖം കണ്ടാൽ മനസ്സലിയുന്നവരും മറ്റുള്ളവരെ കെയർ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവരും ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഗുഡ് ക്വാളിറ്റി. നേഴ്സുമാരൊക്കെ ആവാം, നേഴ്സൊക്കെ ആവുന്നത് 9ലെ ചന്ദ്രൻ്റെ ഒരു ഫലമാണ്. ടേക്ക് കെയർ ചെയ്യാനൊക്കെ ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെ മാതൃതുല്യരായിട്ടുള്ള ആളുകളുടെ അനുഗ്രഹം ഉണ്ടാവാം. ബലവാനായ ചന്ദ്രൻ 9ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, 9ാം ഭാവത്തിൽ ചന്ദ്രൻ മാതാവിൽ നിന്നുള്ള അല്ലെങ്കിൽ മാതൃവഴിയിൽ നിന്നുള്ള ബന്ധുക്കളിൽ നിന്നും വലിയ ഭാഗ്യവും പിന്തുണയും കിട്ടുകയും, മാതൃതുല്യരായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ മുതിർന്ന സ്ത്രീകൾ ഇവരിൽ നിന്നൊക്കെ ജീവിത വിജയത്തിന് കാരണമാവുകയും, അല്ലെങ്കിൽ അവരൊരു വഴി തെളിച്ചു തരികയും, അല്ലെങ്കിൽ അമ്മയെപ്പോലെ കാണുന്ന കുറേ ആൾക്കാർ നമുക്കുണ്ടാവുകയും ഒക്കെ ചെയ്യും എന്നുള്ളതാണ് 9ലെ ചന്ദ്രൻ. യാത്രാപ്രിയരും ഭാവനാശാലികളുമായിരിക്കും എന്നുള്ളതാണ്. ചന്ദ്രൻ ജലഗ്രഹവും ചലന സ്വഭാവമുള്ള ഗ്രഹവും ആയതുകൊണ്ട് തന്നെ 9ാം ഭാവത്തിൽ ദൂരയാത്രയുടെ ഒരു സ്ഥാനവും കൂടി ഉള്ളത് കൊണ്ട് തീർത്ഥാടനങ്ങൾക്കൊക്കെ ഇവർക്ക് വലിയ താല്പര്യമായിരിക്കും. മാനസിക സംതൃപ്തിക്കും ആത്മീയ പുരോഗതിക്കും ഒക്കെ ഇവർ അതിനുവേണ്ടി യാത്രകൾ ചെയ്യും. നന്നായിട്ട് എഴുതും, നല്ല ഭാവനയുണ്ടാവും, നല്ല ഗവേഷകരാവാം, കലാകാരന്മാരാവാം, ഒക്കെ ചെയ്യാം. ഇതൊക്കെ നെഗറ്റീവ് ആകുമ്പോഴാണ് ഭാവനയിൽ അടിയുണ്ടാക്കുന്നത്, വീട്ടിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സംതൃപ്തിയുള്ള ഒരാത്മീയ പുരോഗതി ഇവർക്കുണ്ടാവുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ പോസിറ്റീവ് എഫക്ട്സ്, 9ലെ ചന്ദ്രൻ്റെ ഗുണങ്ങൾ. ഇനി ദോഷങ്ങൾ നോക്കാം. അത് വളരെ എവിഡൻ്റ് ആണ്. ചന്ദ്രൻ ഏത് ഭാവത്തിൽ നിന്നാലും ചന്ദ്രൻ ബലം ക്ഷയിച്ചാൽ 3, 4, 5 ഭാവങ്ങളുടെ ബലക്ഷയവും പാവഗ്രഹങ്ങളുടെ സ്വാധീനവും ചന്ദ്രനും കൂടെ ബലം ക്ഷയിച്ചാൽ പ്രത്യേകിച്ച് 5 ചന്ദ്രനും പൊട്ടയാണെങ്കിൽ അവർക്ക് ആങ്സൈറ്റി ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് കേട്ടോ. ഉറക്കക്കുറവ്, ആങ്സൈറ്റിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒന്നാമത്തേതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇമോഷണൽ ഫ്ലക്ച്വേഷനാണ്, മാനസികമായിട്ടുള്ള അസ്ഥിരത. ഈ ചന്ദ്രൻ വളരുകയും ചുരുങ്ങുകയും ചെയ്യുന്ന ഒരു ഗ്രഹമാണ്. വേലിയേറ്റത്തിനെയും വേലിയിറക്കത്തെയും സ്വാധീനിക്കുന്ന ഗ്രഹമാണ്. സദാ മാറിക്കൊണ്ടിരിക്കുന്ന ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ബലം കൂടുന്നവരുടെ ഒരു കാർമിക് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഭാഗ്യങ്ങളുടെ കാര്യത്തിലായാലും നിർഭാഗ്യങ്ങളുടെ കാര്യങ്ങൾക്കായാലും ഒരസ്ഥിരതയുണ്ടാവും, സ്ഥിരത ഉണ്ടാവില്ല. ഭാഗ്യങ്ങളും ധാരാളം വന്നു പോകും, നിർഭാഗ്യങ്ങളും ധാരാളം വന്നു പോകും. പ്രത്യേകിച്ച് ക്ഷീണചന്ദ്രൻ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കൃഷ്ണപക്ഷ ചന്ദ്രൻ പെട്ടെന്ന് നിരാശ ഉണ്ടാക്കും, നൈരാശ്യം
വളരെ കൂടുതലായിരിക്കും. പൗർണമിയോടടുത്തുള്ള ചന്ദ്രൻ എന്ന് പറയുന്നത് സമാധാനമാണെങ്കിൽ ഇവരെ സമാധാനമായിരിക്കും. മാനസിക സമ്മർദ്ദമാണെങ്കിൽ എക്സ്ട്രീം മാനസിക സമ്മർദ്ദമായിരിക്കും. അത് വരും, ആ മാനസിക സമ്മർദ്ദത്തിന് ഹയർ റേഞ്ചിലേക്ക് പോകും, പിന്നെ താഴെ വന്ന് ശാന്തരായിട്ടിരിക്കും ഇങ്ങനെ കുറേ കാലം. പക്ഷെ അലമ്പിയാൽ ഭൂലോക അലമ്പായിരിക്കും മാനസികമായിട്ട്. പക്ഷേ അത് സ്ഥിരതയല്ല. അത് ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ബലക്ഷയം വന്ന ചന്ദ്രനാണ്. ബലക്ഷയം വന്ന ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ഈ കൃഷ്ണപക്ഷ ചന്ദ്രനാണ് ഭയങ്കര അത്ര നല്ലതല്ല അത് കേട്ടോ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിന് പരിഹാരങ്ങൾ ചെയ്യണം. പ്രത്യേകിച്ച് മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനെയുള്ളവർക്കാണ് ഹീലിങ്ങും ഒക്കെ വേണ്ടത്. ഇങ്ങനെയുള്ളവർ ഒക്കെ പലപ്പോഴും സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് പോലുള്ള കാര്യങ്ങളിലൊക്കെ പോയി പെട്ട് ഇല്ലാത്ത പ്രശ്നങ്ങളിൽ പോയി പെടുന്നവരുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിരുന്നു. കൺസൾട്ടേഷന് വേണ്ടിയിട്ടാണ്. ഡോക്ടറായിട്ടുള്ള MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. കേരളത്തിന് പുറത്താണ് പഠിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ സൈഡിൽ എവിടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ക്യാമ്പിനെ കുറിച്ചൊക്കെ പോയി പെട്ട ഒരു കഥ പറഞ്ഞു, സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിലൊക്കെ. അപ്പം ഇന്നത്തെ കാലത്ത് പലതരത്തിലുള്ള ട്രെൻഡുകളുണ്ട്. പലപ്പോഴും ഇമോഷണൽ ഇൻസെക്യൂരിറ്റിയും ഇമോഷണലി നമ്മൾ അല്ലെങ്കിൽ ഓവർ ഇമോഷണലിസവും ഒരുപാട് ഇമോഷണൽ നീഡും ഒക്കെ ആഗ്രഹിക്കുമ്പോൾ പലതരത്തിലുള്ള ട്രോമാറ്റിക് ആയിട്ടുള്ള മൈൻഡ് സെറ്റിൻ്റെ ഓഫ് ഷൂട്ടായിട്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. പോകണ്ടെന്നല്ല, ഞാൻ ഒരുപാട് യാത്രകൾ ഒറ്റയ്ക്ക് സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. പല തരത്തിലുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ട്. പല തരത്തിലുള്ള ആൾക്കാരുമായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. കുന്നുകളിൽ പോയിട്ടുണ്ട്, മലകളുടെ മുകളിൽ പോയിട്ടുണ്ട്, ജലാശയത്തിൻ്റെ സൈഡുകളിലൂടെ പോയിട്ടുണ്ട്, ഒറ്റപ്പെട്ട നാളുകളിലൂടെ പോയിട്ടുണ്ട്. ഭാരതത്തിലെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. പലയിടത്തും പോയി ടെൻ്റൊക്കെ കെട്ടിക്കിടന്നുറങ്ങിയിട്ടുമുണ്ട്. പക്ഷേ പല ബന്ധങ്ങളും പല സൗഹൃദങ്ങളും കൂടുതലും സ്പിരിച്വൽ യാത്രകളാണ് കേട്ടോ. 95% സ്പിരിച്വൽ യാത്രയാണ്. ചിലപ്പോൾ മാത്രമാണ് അതിൽ ചില സ്ഥലങ്ങളിൽ പെട്ടുപോകുമ്പം, ചില യാത്രകൾ പോകുമ്പം പല ആൾക്കാരെ നമ്മൾ കാണുന്നൊക്കെ അവരല്ലാതെ വരുന്നതാണ്. നിങ്ങൾ സ്പിരിച്വൽ യാത്രയായിട്ട് വന്നതാണ്, പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ എൻജോയ് ചെയ്യാൻ വന്നതാണ്, ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ട്രിപ്പ് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് കണ്ട് സംസാരിച്ച് ചിലപ്പോൾ ഒരുമിച്ചൊക്കെ ഇരുന്ന് ചിലപ്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആ ബന്ധം അവിടെ അവസാനിക്കും. ഇത് മുന്നോട്ട് പോവില്ല, ഇതിങ്ങനെ അങ്ങ് പോവും. അതുപോലെ എത്രയോ ആൾക്കാർ, പലരെയും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ചിലവർ കോൺടാക്ട് ചെയ്യും, ചിലവർ കോൺടാക്ട് ചെയ്യില്ല, ചിലവർ അങ്ങ് പോവും. ഇപ്പോഴാണ് ഇൻസ്റ്റഗ്രാമും അല്ലെ ഫേസ്ബുക്കൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടു തുടങ്ങിയത്. പണ്ട് എൻ്റെയൊക്കെ യാത്രയുടെ തുടക്കകാലത്ത് നമ്മൾ ഫോൺ നമ്പർ അങ്ങനെ വാങ്ങത്തോലും അങ്ങനെ വിളിക്കത്തില്ല, നമ്മൾ കഴിഞ്ഞ് അങ്ങ് പോവും. അങ്ങനെ എനിക്കങ്ങനെ ഒരു ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഒരു രീതിയും ഇല്ല. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ പലരുടെയും പെൺകുട്ടികൾ വരും, ആൺകുട്ടികളുണ്ടാവും, പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. യാത്ര ചെയ്യുമ്പം ആ കൊച്ചി വിളിച്ചപ്പോഴേ ഞാൻ ആലോചിച്ചതാണ്, ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഉള്ളവരാണെങ്കിൽ, ഓവറായിട്ട് ഇമോഷണലിസം ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരുടെ കൂടെ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിലൊക്കെ പോവുകയാണെങ്കിൽ പോകുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതിനേക്കാളുപരി ഒരു ക്രൈസിസ് ഉണ്ടായാൽ അത് മാനേജ് ചെയ്യാനും അതിനെ സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകാനും കഴിവുണ്ടാവണം എന്നുള്ളതാണ്. അങ്ങനെ കഴിവുള്ള സ്ത്രീകളുമുണ്ട്, പുരുഷന്മാരുമുണ്ട്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഒരു പേടിയില്ലാത്ത, അവർക്കത് കൈകാര്യം ചെയ്ത് ശീലമുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. നമുക്കത് യാത്ര ചെയ്യുന്നവരെ കാണുമ്പോൾ അറിയാം. അത് യാത്ര ചെയ്ത് പലതരത്തിലുള്ള മനുഷ്യരുമായിട്ട് ഇടപെട്ട് പലതരത്തിലുള്ള സാഹചര്യങ്ങളുമായിട്ടും പലതരത്തിലുള്ള ക്രൈസിസുകളെയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളവരെ അതൊക്കെ ഇതൊരു വിഷയമായിരിക്കില്ല. പക്ഷേ നിങ്ങൾ പ്രത്യേകിച്ച് കുട്ടികൾ, പെൺകുട്ടികൾ, ആൺകുട്ടികളായാലും ഇത് പലപ്പോഴും ട്രാപ്പുകളുണ്ട് ഇതിനകത്തൊക്കെ. ഇന്നത്തെ കാലത്ത് ഒരുപാട് ട്രാപ്പുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇമോഷണലി പല കാര്യങ്ങളും അവൈലബിൾ ആവുന്നില്ലെങ്കിൽ, നിങ്ങൾക്കൊരു കെയർ കിട്ടുന്നില്ലെങ്കിൽ, നിങ്ങൾ മാനസികമായിട്ട് സമ്മർദ്ദങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്ന ആൾക്കാരുടെ അടുത്ത് പോവുക എന്നുള്ള. അത് നല്ലൊരു സൈക്കോളജിസ്റ്റ് ആവാം, ഈ തെറാപ്പിയൊക്കെ എടുക്കുമ്പം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ പല തെറാപ്പിസ്റ്റുകളും പല സൈക്കോളജിസ്റ്റുകളും ഒന്നാം തരം സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളവരും അവർ പറയുന്നതാണ് ശരി എന്നുള്ളവരും നാർസിസ്റ്റുകളുമാണ്. എല്ലാവരും എന്നല്ല, നല്ല ആൾക്കാരും ഉണ്ട് കേട്ടോ.
പക്ഷെ അല്ലാത്ത ദുരനുഭവങ്ങളുണ്ടായ അനുഭവം എനിക്ക് വളരെ പേഴ്സണലി അറിയാവുന്ന ഒരാൾക്കുണ്ട്. അതുകൊണ്ടാണ് പറയണേ. അതുപോലെ തന്നെ ഇപ്പോൾ അസ്ട്രോളജീസ് അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ചെല്ലുന്നത് അങ്ങനെയാണ്, ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ. പക്ഷേ എല്ലാ അസ്ട്രോളജേഴ്സും നല്ലവരാണെന്നുമില്ല. ഇതൊക്കെ നമ്മൾ അന്വേഷിക്കണം, നമ്മൾ കണ്ടെത്തണം. നമ്മളാണ് പോകുന്നത്. അപ്പം അതിന് ഏറ്റവും നല്ല ആളിനെ നോക്കി തിരഞ്ഞെടുത്ത് അവരോട് സംസാരിച്ച്. ഇപ്പോൾ എൻ്റെ ഒന്നും കൺസൾട്ടേഷൻ ഒരു തെറാപ്പി പോലെയല്ല. വളരെ കുറച്ച് സമയം മാത്രമേ എൻ്റെ കൺസൾട്ടേഷൻ ഉണ്ടാകുള്ളൂ. എൻ്റെ രീതിയെ വേറെയാണ്. അതല്ല, നിങ്ങൾക്ക് കൂടുതൽ സംസാരിക്കണം, കൂടുതൽ ഇടപെടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ അപ്പോൾ പല പ്രാവശ്യം ആവുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ഓവർ ഇമോഷണലിസം, വൈകാരികമായിട്ട് ചിന്തിച്ചുണ്ടാവുന്ന ട്രോമാസിനൊക്കെ, അല്ലെങ്കിൽ ആ ട്രോമ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു സപ്പോർട്ട് കിട്ടും. അങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പുകളിലും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലും അങ്ങനെയൊക്കെയുള്ള സ്പിരിച്വൽ പ്രാക്ടീസുകളിലുമൊക്കെ പോയി നേച്ചറുമായിട്ടൊക്കെ ഇടപെട്ട് നിങ്ങൾക്ക് ഒരു ഉറപ്പ് വരും. അപ്പം നമുക്കാണെങ്കിലും, ഇപ്പോൾ എനിക്കാണെങ്കിലും ആദ്യത്തെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു പേടി എങ്ങനെയാണ്, രണ്ടാമത്തെ മൂന്നാമത്തെ കഴിഞ്ഞ് പല യാത്രകൾ കഴിയും. ഇപ്പോൾ നമുക്കൊരു സ്ഥലത്തേക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, ഒരു സ്ഥലത്ത് പോയാൽ എങ്ങനെയാവണം, എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യം ഉണ്ടാവും. ഞാനങ്ങനെ പ്ലാൻ ചെയ്ത് യാത്ര ചെയ്യുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ എവിടെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. ഓരോ സ്ഥലവും ഓരോ മനുഷ്യരും. ഇപ്പോൾ ഇന്ത്യയിൽ തമിഴ്നാട്ടിലുള്ള ആൾക്കാരെ പോലെയല്ല ആന്ധ്രാപ്രദേശിൽ ചെന്നാൽ മലയാളികളെ പോലെയേ അല്ല ഇവരാരും. അവിടെ തന്നെ പലതരത്തിലുള്ള ആൾക്കാർ. ഇപ്പം നമുക്ക് കേരളത്തിൽ ആലോചിക്കാമല്ലോ, തിരുവനന്തപുരത്തുള്ളൊരു ശൈലിയല്ല കണ്ണൂർ ഭാഗത്തുള്ളവരുടെ അടുത്ത് പോയാൽ, അതുപോലെയല്ല കാസർഗോഡ് ഭാഗത്തേക്കൊക്കെ പോയാൽ, അപ്പം അതുപോലെയല്ല മധ്യ കേരളത്തിൽ ഒക്കെ പോയാൽ. അപ്പോൾ അതുപോലെ തന്നെ അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് വളരെ ഉള്ള ഏരിയകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ പേടിക്കും ചില സ്ഥലങ്ങളിൽ. പക്ഷെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നാൽ പേടിക്കേണ്ടതായിട്ടുള്ള ഉള്ള ഏരിയകളും ടൗണുകളും ഉണ്ട്. ഗുണ്ടായിസമുള്ള സ്ഥലങ്ങളുണ്ട്, ഗുണ്ടായിസം ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്, വളരെ ശ്രദ്ധയോടുകൂടി പോകേണ്ട സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വന്യജീവികളുടെ ആക്രമണം ഉണ്ടാവുന്ന സ്ഥലമുണ്ട്. ഇതൊക്കെ നമ്മൾ നിരന്തരമായി യാത്രകൾ ചെയ്ത് ശീലിച്ചു എവിടെ എന്തൊക്കെ ഉണ്ടാവും, എങ്ങനെയൊക്കെ ഏതൊക്കെ സമയത്ത് എന്തൊക്കെ വരും എന്നൊക്കെ ഉള്ളതെന്നൊക്കെ നോക്കി ചിലപ്പോൾ നമ്മൾ അറിയാതെ പോയി പെട്ടുപോകും ചിലയിടത്ത്. പക്ഷെ അവിടുന്ന് നാക്കിൽ ഊരി വരിക എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സാന്നിധ്യമാണ്, നമ്മുടെ ഒരു മനസ്സിൻ്റെ ഉറപ്പാണത്. അപ്പം നമ്മളെ ആരെങ്കിലും പ്രകൃതിയായിട്ട് തന്നെ നമ്മളെ സഹായിക്കാനുള്ള വഴികൾ അവിടെ തുറന്നു വെക്കുകയും ചെയ്യും. അതിനാദ്യം വേണ്ടത് മനസ്സിൻ്റെ ഒരു തെളിച്ചമാണ്. പ്രകൃതി കാണിച്ചു തരുന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ, പ്രകൃതിയായിട്ട് ഒരുക്കിത്തരുന്ന രക്ഷാ കവചത്തെ മനസ്സിലാക്കാൻ ആദ്യം വേണ്ടത് മനസ്സിലെ സ്വസ്ഥതയാണ്. അപ്പം ഞാനിത് സാന്ദർഭികവശാൽ പറഞ്ഞതേ ഉള്ളൂ. ചിലയിടത്ത് പോയി പെട്ടുപോയാൽ, അങ്ങനെ ഒരു കുട്ടി പറഞ്ഞത് ഒരു സങ്കടം, അതൊരു സമാധാനത്തിന് പോയിട്ട് ലാസ്റ്റ് അതൊരു ട്രാപ്പായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ക്യാമ്പുകൾ അങ്ങനത്തെ നടക്കുന്നുണ്ട്. എല്ലാ ക്യാമ്പുകളും നല്ലതുമല്ല, എല്ലാ ക്യാമ്പുകളും മോശവുമല്ല. അപ്പം ഉത്തരവാദിത്തം അവരവരുടെയാണ്, സ്വീകരിക്കുക. അപ്പം അടുത്തത് ഒരു അശുഭഫലം എന്ന് പറയുന്നത് പിതാവിൻ്റെ ഇമോഷൻസ് ഞാൻ പറഞ്ഞു, ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് പറഞ്ഞു, ഓവർ ഇമോഷണലിസം പറഞ്ഞു, അതുപോലെ തന്നെ ആങ്സൈറ്റി, അതുപോലെ തന്നെ എപ്പോഴും പെട്ടയ്ക്കുന്ന ഒരു സ്വഭാവം, പെട്ടെന്ന് ദേഷ്യം വരെ, പെട്ടെന്ന് കരയുക, ഇതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. അടുത്തത് പിതാവിൻ്റെ ആരോഗ്യത്തെ ബാധിക്കാം എന്നുള്ളതാണ്. 9ാം ഭാവം പിതാവിൻ്റെ സ്ഥാനമാണ്. അവിടെ മാതൃകാരകനായ ചന്ദ്രൻ നിൽക്കുമ്പോൾ സൂര്യൻ്റെയോ വ്യാഴത്തിൻ്റെയോ ശുഭദൃഷ്ടി ഇല്ലെങ്കിൽ പിതാവിന് ചിലപ്പോൾ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ദീർഘകാല രോഗങ്ങളോ വരാൻ സാധ്യതയുണ്ട്. 9ൽ ചന്ദ്രൻ നിൽക്കുകയും വ്യാഴവും സൂര്യനും 6, 8, 12 പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അച്ഛനമ്മമാർ തമ്മിൽ ഉള്ള സംഘർഷം എന്നും ഒരു ദുഃഖമായിരിക്കും. മിക്കവാറും അമ്മയുടെ സൈഡിലായിരിക്കും നിൽക്കുന്നത്, അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെയൊക്കെ പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ ജന്മം ചിലപ്പോൾ ഒരുപക്ഷെ ഈ മുൻജന്മത്തിലെ സ്വന്തം അമ്മയെ ഭക്തിയോടെ നോക്കാതിരിക്കുകയോ സ്ത്രീകളുടെ മനസ്സിൽ കടുത്ത ദുഃഖം ഉണ്ടാക്കുകയോ ചെയ്തതിൻ്റെ കടമായിട്ട് ഇമോഷണലായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മാതൃദോഷമോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് 9ലെ ബലഹീനനായ ചന്ദ്രൻ. അപ്പോൾ അതുകൊണ്ട് അത് അകാരണമായിട്ടുള്ള ഭയം, ആശങ്കകൾ, അതായത് ആങ്സൈറ്റി, അതുപോലെ തന്നെ ആശങ്കകൾ, അമ്മയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഭയം, അമ്മയുമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ടായിട്ട് അമ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുള്ള ട്രോമാസ്, അമ്മയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാൻ പറ്റാത്ത അവസ്ഥ, അമ്മയൊക്കെ മരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ട്രോമ കാരണം ജീവിതം തകർന്നു പോകുന്ന ചില അവസ്ഥകൾ. അപ്പം ഇതൊക്കെയാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു കാർമ്മിക പരിഹാരങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഏതായാലും 9ലെ ചന്ദ്രൻ നിൽക്കുന്നവർ മാതൃശുശ്രൂഷയും സ്ത്രീകളോടുള്ള ആദരവുമാണ്. സ്വന്തം അമ്മയെ നന്നായി സംരക്ഷിക്കുക,
അമ്മയുടെ അനുഗ്രഹം എപ്പോഴും വാങ്ങുക. കുടുംബത്തിലോ സമൂഹത്തിലോ ഉള്ള പ്രായമായ സ്ത്രീകളെയും സഹായിക്കുക എന്നൊക്കെ ചന്ദ്രൻ്റെ ദോഷം തീരും. ഇപ്പോൾ ഉദാഹരണത്തിന് അമ്മ ഒരു നാർസിസ്റ്റ് ആണെന്നിരിക്കട്ടെ, അപ്പം സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അമ്മയുടെ ഇൻഫ്ലുവൻസിൽ പെടാതിരിക്കാൻ നോക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അന്നദാനവും ജലദാനവും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞതാണ്. ദാഹിക്കുന്നവർക്ക് കുടിവെള്ളം നൽകുക, അശരണർക്ക് ആഹാരം നൽകുക. അതുപോലെ തന്നെ പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസങ്ങളിൽ പാൽപ്പായസം ദുർഗാദേവി ക്ഷേത്രത്തിൽ നടത്തുന്നതും അത് ദാനം ചെയ്യുന്നതും, അതുപോലെ തന്നെ ചോറ് തിങ്കളാഴ്ച ദിവസങ്ങളിൽ അന്നം ദാനം ചെയ്യുന്നതുമൊക്കെ വളരെ വിശേഷമാണ്. വെളുത്ത നിറത്തിലുള്ള ആഹാരങ്ങൾ ദാനം ചെയ്യുന്നതും വളരെ വിശേഷമാണ്. പ്രത്യേകിച്ച് അരിയാഹാരം ആണ്. അപ്പം സദ്യ തന്നെയാണ്. മനസമാധാനമുണ്ട്. അതുകൊണ്ടാണ് ഈ അന്നദാനത്തിന് ഇത്രയും പ്രാധാന്യമില്ല. മനസമാധാനത്തിന് അതുപോലെ തന്നെ ദുർഗതി ഇല്ലാതാവാനും അന്നദാനത്തിന് ഇത്രയും പ്രാധാന്യം വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. അന്നം ദാനം ചെയ്താൽ അത് മനസമാധാനം, കുടുംബത്തിൻ്റെ മനസമാധാനവും ഇമോഷണൽ സ്റ്റെബിലിറ്റിയും തരും എന്നുള്ളതാണ്. സ്വസ്ഥതയും, മനസ്സ് സ്വസ്ഥമാവും. അതുപോലെ തന്നെ ദേവി ഉപാസന. ചന്ദ്രൻ്റെ അധിപതി ഭഗവതിയാണ്. ബലവാനായിട്ടുള്ള ചന്ദ്രൻ ദുർഗയും, വിബല കാളി, ബലമില്ലാത്തത് കാളിയുമാണ്. അപ്പം തിങ്കളാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ദുർഗാ സപ്തശതി ജപിക്കുന്നതും അല്ലെങ്കിൽ 11-ാം അധ്യായമെങ്കിലും നിത്യവും ജപിക്കുന്നതും, പൗർണമി ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുന്നതും, അതുപോലെ തന്നെ ബലമില്ലാത്ത ചന്ദ്രൻ അമാവാസി ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും, ഭദ്രകാളി 10 അല്ലെങ്കിൽ ഈ ദുർഗാ സപ്തശതിയുടെ തന്നെ ദേവി മഹാത്മ്യം 11-ാം അധ്യായം നാരായണ സ്തുതി ജപിക്കുന്നതും ഒക്കെ നല്ലതാണ്. പൗർണമി ദിവസം ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും, ലളിതാ സഹസ്രനാമമൊക്കെ അല്ലെങ്കിൽ ദേവി മഹാത്മ്യം 11-ാം അധ്യായമൊക്കെ നിത്യം ശീലമാക്കുന്നതും, വീടിനടുത്ത് ദുർഗാദേവിയുടെ അമ്പലം ഉണ്ടെന്ന് വെച്ചാൽ പോയി തൊഴുന്നതൊക്കെ നല്ലതാണ്. ഇന്ന് ഞാൻ എൻ്റെ വീടിനടുത്തുള്ള 108 ദുർഗാലയങ്ങളിൽ, കേരളത്തിൽ പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ദുർഗാലയങ്ങളിൽ അതിപ്രശസ്തമായിരിക്കുന്ന ദുർഗാ ഭഗവതിയെ തൊഴുതിട്ട് വന്നിട്ടാണ്. പത്തിയൂരാണത്, പത്തിയൂർ ദേവി ക്ഷേത്രമാണ്. തൊഴുതിട്ട് വന്നിട്ടാണ് ഞാൻ ഇന്നീ ചന്ദ്രനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാനിരുന്നത്. അപ്പം ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആദിത്യൻ കഴിഞ്ഞ് സോമൻ കഴിഞ്ഞു, ഇനി അങ്കാരകൻ 9-ൽ നിന്നാലുള്ള ഫലം നോക്കാം. നമസ്കാരം.